വിശദീകരിക്കുന്നില്ല. രണ്ടാമത് അല്ലാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ പേടിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങാത്തവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, വൈന തദൂഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ പേടിക്കണം സഹോദരാ. ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ വല്ലാതെ ഭയപ്പെടണം. അല്ലാഹുവിന്റെ കലാമാണ് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പിന്നെ ഒരിക്കലും അവന് ഹിദായത്ത് അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങില്ല. പിന്നെ ഒരിക്കലും അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്ത് കടന്നു വരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കുമല്ലോ, 5 നേരം നിസ്കരിച്ച് അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന പെൺകുട്ടികൾ കാമുകന്മാരുടെ കൂടെ ഇറങ്ങി പോകുമല്ലോ, ഒളിച്ചോടി പോകുമല്ലോ. ഉമ്മമാര് പറയുന്നു, മക്കളെ, അതാ മുസ്ലിമാടാ, കള്ളുകുടിയനാടാ, അവൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവനാണ്. നീ പോയാ ഞങ്ങളെ നാണം കെട്ടുപോകും മക്കള്. ജീവിച്ചിരുന്നിട്ടിന് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് കോടതിയുടെ വരാന്തകളിൽ കിടന്നുകൊണ്ട് ഉമ്മമാരും ഉപ്പമാരും തന്റെ പെൺമക്കളുടെ കാല് പിടിക്കുമ്പോ, അന്ന് രാവിലെയും സുബഹി നമസ്കരിച്ച് ദുആ ചെയ്തിറങ്ങി പോയ പെൺമക്കള് പഠിച്ചവനെ എന്തെല്ലാം പറഞ്ഞിട്ടും അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഇറങ്ങാത്തതിന്റെ കാരണം എന്താണോ? ഏതോ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോ, റമളാനിന്റെ 1-ാമത്തെ രാവ് കടന്നു വരുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നു, ഇബ്ലീസുകളെ മുഴുവനും പിടിച്ചു കെട്ടാൻ, ശൈത്താന്മാരെ മുഴുവനും പിടിച്ചു കെട്ടാൻ, എല്ലാ ശൈത്താന്മാരെയും പിടിച്ചു കെട്ടുകയാണ്. എന്നാലും റമളാനിൽ നോമ്പ് പിടിക്കാതെ നടക്കുന്ന ചിലരെ നമുക്ക് കാണാം. പച്ച മലയാളത്തിൽ പറഞ്ഞ റമളാൻ മാസം 1-ന്റെ അന്ന് തന്നെ എല്ലാ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ചു കെട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പിടിച്ചു കെട്ടുവോ? നിങ്ങൾ പറ, കെട്ടുവോ? പറ സഹോദരങ്ങളെ, കെട്ടുവോ? എന്നിട്ട് ഈ നോമ്പ് പിടിക്കാതെ നടക്കണ ചില കാക്കാന്മാരില്ലേ, അപ്പൊ ഓനാരാ? റമളാൻ മാസത്തിൽ പോലും വെള്ളിയാഴ്ച പോലും പള്ളി വരാത്തവന്മാരില്ലേ? ഇല്ലേ? ഓന്റെ ശരീരത്ത് കൂടിയിരിക്കണ ഇബ്ലീസ് ഏതാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഈ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് വാപ്പ കരയുന്നു, ഉമ്മ കരയുന്നു, കൂടപ്പുറപ്പുകൾ ഉപദേശിക്കുന്നു, ഉസ്താദന്മാർ ഉപദേശിക്കുന്നു, എല്ലാരും പറഞ്ഞു കൊടുത്തിട്ട് ഓള് പറയുന്നത് എനിക്ക് അവനെ തന്നെ മദീന. എന്തേ അതിന്റെ കാരണം? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ ഈ ഹൃദയം ഉണ്ടല്ലോ, അല്ലാഹ് അങ്ങ് അടച്ചു കളയും. അതാ മനസ്സിലാക്കണ്ടേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഹൃദയം അങ്ങ് അടയ്ക്കും. ഈ ചെവി രണ്ടും അടയ്ക്കും, ഹൃദയം സീല് ചെയ്യും. നീ പറയുന്നത് കേട്ടാലല്ലേടാ നന്നാകുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പേടിക്കണം. ഞാൻ പറഞ്ഞതാ, എന്തേ വാപ്പ പ്രായമായിട്ട് പോലും നിങ്ങൾ നന്നാകാത്ത? 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, കാലും നീട്ടിയിരിക്കുക, കബറിൽ പോകാൻ ഇപ്പോഴും നിസ്കാരം ഉണ്ടോ? ഓ, സീരിയലും കണ്ടോണ്ടിരിക്കുക, മുറുക്കാനും മുറുക്കി വീടിയും വലിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. പാപ്പാടെ സർവ്വതും എല്ലാ രോഗങ്ങളും വന്നു, എന്നിട്ട് നന്നാകണില്ല. മക്കള് തന്നെ ചോദിക്കുക, എന്തേ ഉസ്താദ് എന്റെ വാപ്പ ഇങ്ങനെ ആയിപ്പോയെന്ന്. അതിനുള്ള കാരണമാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറയുന്നത് നീ നിസാരമാക്കി തള്ളിക്കളഞ്ഞാൽ, അല്ലാഹു പറയുന്നത് നീ നിസാരമാക്കി തള്ളിയാൽ, അല്ലാഹു പറയുകയാണ്, വഫീ ആദാനിഹിം വഖറാ. അല്ലാഹു പറയുകയാണ്, വമൻ അറദ മിമ്മൻ ദുഖിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം മകിന്നതൻ അൻ യഫ്ഖഹൂ വഫീ ആദാനിഹിം വഖറാ വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, പിന്നെ ഇവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് വെളിച്ചമിറങ്ങൂല, അവന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചമിറങ്ങില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തെളിവ് സഹിതം അവിടെന്ന് പറഞ്ഞു തരികയാ. വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയുണ്ടല്ലോ, എത്ര ഉപദേശിച്ചിട്ടും നന്നാകാത്ത, എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും നന്നാകാതെ അവര് വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയിരുന്ന് ആരാധിക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ അവര് വല്ലാതെ ഉപദ്രവിച്ചപ്പോ മൂസാ നബി ചോദിക്കുകയാണ്, യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നിങ്ങൾ എന്തേ എന്നെ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? എന്തേ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? എത്ര ഉപദേശിച്ചിട്ടും എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവര് മനസ്സിലാക്കാതെ വന്നപ്പോ അല്ലാഹു പറയുകയാണ്, ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു അവരുടെ ഹൃദയങ്ങളങ്ങ് മൂടുകയാണ്, സീല് വെക്കുകയാണ്, ചെവി അടയ്ക്കുകയാണ്. അതുകൊണ്ടാണോ നിന്റെ പൊന്നുമകൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തത്? എന്ത് പറഞ്ഞിട്ടും നിന്റെ മക്കൾ അനുസരിക്കാത്തത്? പ്രായം ചെന്നിട്ട് പോയും മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും നരകത്തെ കുറിച്ചും പറയുന്നത് കേട്ടിട്ട് നന്നാകുന്നില്ല. സ്വന്തം വീടിനകത്ത് മരിച്ചവരെ കാണിച്ചു കൊടുത്തു. സ്വന്തം വീടിന്റെ അകത്ത് വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, കൂടപ്പറപ്പ് മരിച്ചു, കുടുംബക്കാര് മരിച്ചു, കൂട്ടുകാര് മരിച്ചു. ഏടോ പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും പാല് കുടിക്കുന്ന കുഞ്ഞുവരെ മരിച്ചു പോകുന്ന മയ്യത്തുകൾ നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു തന്നു. ഒരു രോഗമില്ലാത്തവൻ വീണു മരിച്ചു പോകുന്നില്ലേ? അല്ലാഹു ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തന്നിട്ട് പോലും എന്തേ പള്ളിയിൽ നിസ്കരിക്കാൻ 5 നേരം പോകാത്തതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കുകയാണ്. ഇടോ ചെറുപ്പക്കാരാ, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയാത്തവനല്ലല്ലോ. തുടകീറിയ പാൻഡമിട്ടുകൊണ്ടും നാണമില്ലാതെ നടക്കാൻ നിന്റെ മക്കൾക്ക് എങ്ങനെ കഴിയുന്നടോ? പടിപടിയായി മുടിവെട്ടാൻ പാടില്ലല്ലോ. മുടിവെട്ടുന്നവന് അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം കിട്ടുമെന്ന് അറിയാത്ത ഏത് മനുഷ്യനാവുള്ളത്? എന്നാ നിന്റെ മക്കളുടെ മുടി കണ്ടിട്ടുണ്ടോ? അവന്റെ രൂപം കണ്ടിട്ടുണ്ടോ? കാസിബാദ് മദ്രസയ്ക്കകത്തിരിക്കുന്ന പെണ്ണുങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു പെണ്ണിന്റെ മുടി ഔറത്താ. തലമറയ്ക്കാത്ത പെണ്ണിന് പടച്ച റബ്ബ് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോടോ? അല്ലാഹുവിന്റെ നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണല്ലോ. ഒരു മുടി വെളിയിൽ കാണിച്ചാൽ ആ പെണ്ണിന്റെ തലയിലേക്ക് അല്ലാഹു നരകത്തിനാലുള്ള തൊപ്പി കൊണ്ടുവന്ന് തലയിൽ വെച്ച് കൊടുക്കുമല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുമെന്ന് അതാ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അറിയാത്ത പെണ്ണ് തലയിലെ ഒരു രോമം പോലും ഔറത്താണെന്ന് പഠിപ്പിക്കുമ്പോ അവൾ മാറിടം വെളിയിലാണ്, അവളുടെ വയറ് വെളിയിലാണ്. അവൾ എങ്ങനെയൊക്കെ നടക്കാൻ കഴിയുമോ? ഇതുപോലെ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാ? ആർഭാട വിവാഹങ്ങളെ കുറിച്ച്, അനാചാരങ്ങളെ കുറിച്ച് പഠിച്ചവനെ എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും എന്തേ ഉമ്മത്ത് നന്നാകാത്തത്? എന്തെല്ലാം പരീക്ഷണങ്ങൾ ലോകത്ത് കടന്നു വന്നോ? എന്തെല്ലാം പരീക്ഷണങ്ങൾ കടന്നു വന്നോ? കൊറോണ വന്നു, നിപ വന്നു, വെള്ളപ്പൊക്കം വന്നു, കൊടുങ്കാറ്റ് വന്നു, ഉരുൾപൊട്ടൽ വന്നു. ഇപ്പൊ പടച്ചവനെ എന്തെല്ലാം പുതിയ പുതിയ രോഗങ്ങളാണ്. മനുഷ്യന്മാര് വല്ലാതെ പ്രയാസത്തിന്റെ നടുവിലൂടെ നടന്നു പോകുമ്പോ ഈ സമുദായത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഗാനമേളകൾ നടത്തുന്ന കാലമല്ലേ, പണം വാരിയെറിയുന്ന കാലമല്ലേ, വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ? ഇതൊക്കെ എവിടെയാടോ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുടെ വീടിന്റെ അകത്ത് ഇതുപോലെയുള്ള വൃത്തികേടുകൾ, അനാചാരങ്ങൾ ഇന്ന് നടക്കുമ്പോ
കാരണമെന്നറിയോ? അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറൂല, ആയത്തുകൾ കേറൂല. മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും പറയുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് പോകണമെങ്കിൽ അവൻ കേൾക്കണ്ടേ? അവൻ അല്ലാഹു കേൾപ്പിക്കൂല, അവന്റെ ചെവി അടയ്ക്കുകയാ, അവന്റെ ഹൃദയം അങ്ങ് സീല് വെക്കുകയാ. എടോ, കൈയൊഴിഞ്ഞാ നിന്നെ നന്നാക്കാൻ ഈ ലോകത്താർക്കാ കഴിയുക? അല്ലാഹു കൈയൊഴിഞ്ഞവനെ നന്നാക്കാൻ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരാളുമില്ലല്ലോ. അതുകൊണ്ട് പേടിക്കണം സഹോദരാ, പേടിക്കണം സഹോദരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ കലാമ് കേട്ടിട്ട്, എന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കുന്നവനെ, പരിഗണിക്കാത്തവനെ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു നിന്റെ ഹൃദയം അങ്ങ് സീല് വെക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.